അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പർച്ചേസിംഗ് ആണ് അസ്ലം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസ്ലം ഖാനെ സഹായിക്കാൻ പിന്നെ എന്ത് കാര്യത്തിലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അസ്ലം ഖാന്റെ കാര്യം പിന്നെ പറയണ്ട, ആള് നാട്ടിൽ പോണോണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എന്തായാലും എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഷുഗർ കട്ടിലായി പോയി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങ് നേരെ പെട്ടി പാക്ക് ചെയ്യാൻ പോയി. ഇവനാണ് ബിഷറു. ആ ചെറിയ സ്പാൻഡറും കൂടെ എടുക്ക്. നേരെ അസ്ലംകാട് ഷോപ്പിലേക്ക് വന്ന് അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടി പെട്ടി പാക്ക് ചെയ്തത്. ഗൈസ്, ഞാൻ നാട്ടിൽ പോയ സമയത്ത് എന്റെ പെട്ടിമാര് കാണിച്ചു വെച്ചിട്ട് കാണുന്നാർന്നു. എല്ലാ ഷോപ്പിൽ കയറി ഇറങ്ങി ഒരു ലോഡ് കുനാഫ ചോക്ലേറ്റ് തന്നെ വാങ്ങിച്ചു. അതിന്റെ ഇടയിൽ രണ്ട് പ്രോട്ടീൻ ബാർ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി 30 കിലോത്തിന്റെ പെട്ടി സെറ്റാക്കി. ഗൈസ്, ഇനി നമുക്ക് പെട്ടിയിൽ കുറച്ച് അറ്റകുറ്റപ്പണികൾ ബാക്കിയുണ്ട്. റാപ്പ് ചെയ്യണം, പേരൊട്ടിക്കണം. അപ്പൊ അങ്ങനെ അവസാനം പെട്ടി പാക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നാട്ടിൽ പോണല്ലേ, എന്നാലും സ്റ്റൈൽ തന്നെ ആയിക്കോട്ടെ. അതുകൊണ്ട് അസ്ലംക ബസ്കട്ട് തന്നെയാണ് അടിച്ചത്. അപ്പൊ എന്തായാലും ഒരു മാസം കഴിഞ്ഞിട്ട് വരാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് അസ്ലംക യാത്രയായിരിക്കുന്നു. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.